സച്ചിദാനന്ദരൂപായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ആ താമ്രപാണി കമലപ്രണയപ്രദോദമാലോലഹാര മണികുണ്ടലഹേമസൂത്രം ആവിശ്രമാംബുഗതമംബുധ നീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. സജ്ജനങ്ങളെ, ആരാധ്യരെ, സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ രാത്രിയുദ്ധവും ഘടോൽക്കജൻ്റെ മരണവും എന്നുള്ളൊരു പ്രകരണത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പാവം ഘടോൽക്കജനെ കൊല്ലിച്ചതാണ് ആ പൊന്നതമ്പുരെ. അത് അർജുനൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് നോക്കാം. മൂത്തവനായ സുയോധനനാറ്റരുദാസ ദുഃഖം പൂണ്ടതു നേരം കണ്ണുനീരാലോലമാലിയെന്നാകുലാൽ കർണനോടല്ലൽ തീർക്കെന്നു ചൊല്ലിയിട നിർണയം. പാണ്ഡവന്മാരെ മുടിപ്പനെന്നർണവം പോലെ അലറി ഞാൻ കർണനും എന്നത് കേട്ടുര ചെയ്തു കൃപാചാര്യനെന്നേ വിഷമമേ നന്ദിതെടോ സഖേ എന്നും കുരക്കുന്ന പട്ടി കടിക്കയില്ലെന്നു നീ കേട്ടിട്ടുമില്ലേ സുയോധന. കൊല്ലുക പാണ്ഡവന്മാരെ എന്നുള്ളതു ചൊല്ലുക എന്നീ മറ്റൊന്നില്ല കർണനാൽ. കൊല്ലുന്നതുണ്ടെങ്കിൽ ഇന്നു ഞാൻ എന്തിനു ചൊല്ലുന്നത് ഉത്തരമെന്നതു. കർണനും കൊല്ലുന്നതുണ്ടെന്നൊഴിഞ്ഞു നീയോ പണ്ടു ചൊല്ലുമാറില്ലയല്ലോ നപനോടെടോ. ചെല്ലുകയില്ല കിരീടിതൻ മുന്നിൽ നീ ചെല്ലുകൾ നിന്നു പൊരുകയുമില്ലല്ലോ. നിന്നു പൊരുന്നാകിലന്നവൻ നിന്നെയും കൊന്നൊടുക്കിയിടും. അതിനില്ല സംശയം. ഏറ്റനാളൊക്കവേ ഫൽഗുനൻ തന്നോട് തോറ്റതൊഴിഞ്ഞു ഞാൻ കണ്ടിയിലടോ നിന്നെ. പാണ്ഡവന്മാരുടെ ശൗര്യങ്ങളല്ലയോ താണ്ഡവം ചെയ്യുന്നതും ഭുവനങ്ങളിൽ സത്യയമതിയമാർജവ സന്തോഷഭക്തി ശമതമദാന തപോബല ശക്തികളുള്ളവർ പാണ്ഡവന്മാരത്രേ. ശക്തനെന്നുള്ള നിനവേ നിനക്കുള്ളൂ കൃഷ്ണാവിവാഹവും കാണ്ഡവദാഹവും വൃഷ്ണികൾ തമ്മേ ജയിച്ച പ്രകാരവും ഉത്തരദിക്കു ജയിച്ചതും വേഗത്തിൽ മൃത്യുഞ്ജയൻ തന്നോട് അസ്ത്രം പഠിച്ചതും യുദ്ധേ നിവാദ കവചവധാദിയും ചിത്രരഥ വിജയാദിയും ഓർക്ക നീ. ഗോഗ്രഹണാദിയും കൺകൊണ്ടു കണ്ടിയിലെ ആഗ്രഹം നീ പറയുന്നതെടോ കർണാനാ പരിഞ്ഞിടുവൻ ഇത്തരമെന്നോടു പറഞ്ഞിടുകിലെന്നതു. കർണനും മാതുലൻ തന്നെ പറഞ്ഞതു കേൾക്കയാൽ ക്രോധം മുഴുത്തെഴുന്നേറ്റത് അശ്വത്ഥാമാ കശ്മലനാകി നിന്നെ ഇപ്പോൾ തന്നെ കുത്തി നുറുക്കുവനെന്നു കുരുസുതൻ നന്ദകനെപ്പോലെ വേഗാലടുത്ത ബോധന്തരാ പുക്കൻ. ദുര്യോധനൻ താനും കണ്ടവർ ചെന്നു ചാടിക്കരവും പിടിച്ചുണ്ടായ ഘോഷം പറയാവതല്ലേതും കണ്ടു പൊറുക്കാമധിക്കാരമെന്നതും ഉണ്ടാം കഴിവു ജാതിക്കാരമെന്നതും പണ്ടു ഗുരുക്തി ജാതിക്കാർ നിങ്ങളും കണ്ടുകൊണ്ടാലും അധിക്കാലമെങ്കിലോ കണ്ടിരിക്കുന്നു ജാതിക്കാർ നിങ്ങളും കണ്ടിരിക്കുന്നത് അധിക്കാലമെങ്ങളും. നീയല്ലേ പാഞ്ഞതു നീ അടങ്ങിയിടങ്ങു നീ പിടിയാതവൻ നീ പറഞ്ഞാലെന്തോ നിങ്ങളെ ഞങ്ങൾ അറിയുമടങ്ങുക നിങ്ങളെ ഞങ്ങളും അങ്ങനെയല്ലയോ എന്തു. ഞങ്ങൾക്ക് കുറവൊന്നു കണ്ടതും എന്തോ കുറവ് ഞങ്ങൾക്കൊന്നു കണ്ടതും എങ്കിൽ നടപ്പിൻ പറയണമോ പലവെങ്കിൽ നടപ്പീനു തകാത്തതെന്തിപ്പോൾ. ഞങ്ങൾ പിടിയാതെ പൊണ്ണന്മാരത്രയും നിങ്ങൾ നടപ്പിൻ മിടുക്കുള്ളവരല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടു ചെല്ലേണമോ ഞങ്ങൾക്കു നിങ്ങൾ കൂടാഞ്ഞാൽ പണിതുലോ മിത്തം. പലരും പലവും വിവാദിച്ചു ചിത്തം കലങ്ങിച്ചമഞ്ഞതെല്ലാവരും കൂട്ടവും കൂടിക്കയർത്തു. പെരുമ്പടവാട്ടം കളഞ്ഞു നടന്നാരത് നേരം ശൗര്യം നടിച്ചെടുത്തിയിടിനാൻ അങ്കേശൻ വൈരം നടിച്ചെടുത്താ അങ്ങടുത്താൻ കിരീടിയും. ഇപ്പോഴെന്ത് പറയുന്ന വെച്ചാൽ ഇതന്നെ കാര്യമായിരുന്ന പറയാൻ്റെ ധർമ്മം അല്ല കാരണം പറഞ്ഞു. അവരെ ഇപ്പം ഞാൻ പോയിട്ട് കൊല്ലും എല്ലാവരെയും എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ദ്രോണർ പറയുന്നു ഒരിക്കൽ നിമിണ്ടാണ്ടെന്നൻ. അന്നേരം ദുര്യോധനോട് പറയുന്നു എന്നും കുരക്കുന്ന പട്ടി കടിക്കയില്ലെന്നും നീ കേട്ടിട്ടുമില്ലേ സുയോധന. പാണ്ഡവന്മാരെ കൊല്ലും എന്നല്ലാതെ ഇവൻ ഇന്ന് വരെ വേറെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവനെ കൊണ്ടതായിട്ടോ ഉണ്ടോ. അവർ യുദ്ധത്തിന് വേണ്ട പോലെ വന്നാൽ ഇവൻ പാഞ്ഞു പതുക്കും. അതല്ല ഇവൻ്റെ ഒരു സ്വഭാവം. എന്നിട്ട് ഇവനിങ്ങനെ പറയലേ ഇല്ലൂ എന്നെല്ലാം കൂടെ അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാളും കൂടി അപ്പോൾ ഇപ്പം നിന്റെ നാവ് അരിയെന്ന് പറഞ്ഞു ദ്രോണരോട്. അപ്പം ദ്രോണരെ മരുമോനാണ് അശ്വത്ഥാമാവ് ദേഷ്യം വന്നിട്ട് രണ്ടാളും കൂടി കാലമ്പല ഈട. ഇതൊക്കെ
നായാട്ട നായ്ക്കൾ കലമ്പോടുമ്പം പന്നി പാഞ്ഞ് കുന്നു കയറി അറിയാൻ പണ്ടത്തവർ. അതുപോലെ ഇവർ രണ്ടാളും തന്നെ കലമ്പെയ്യുന്നു. കൊള്ളിമിന്നും വണ്ണം ചെന്നു തെരുതരെ കൊള്ളുന്ന ബാണങ്ങളേറ്റു പുറയുകയാൽ പുള്ള പറഞ്ഞ ദിവാകരനന്ദനുള്ളുള്ള മോട ഉടറി വാങ്ങിയിടാൻ കർണാസക്കിയ ദുര്യോധനൻ അന്നേരം ചെന്നു ഗുരുസുതൻ തന്നോട് അപേക്ഷിക്കാൻ വൈകാതെ ചെറ്റു പുറത്താൽ നിർത്തുക നമ്മുടെ സൈന്യമൊഴിയാതെ വൃത്രാരിപുത്രനെ കൊല്ലുക വൈകാതെ ചെറ്റു പുറത്താലുമെന്നും ഗുരുസുതൻ തെറ്റും നടക്കുന്നത് കണ്ട നേരത്തു പാഞ്ചാലി വീരനെടുത്തു പടയുമായി ചാഞ്ചാടി വീണു തുടങ്ങി. രിവുക്കളും നിദ്രയും ക്ഷൊത്തും തള്ളച്ചയും ദാഹവും ചത്രങ്ങൾ കൊണ്ടു മുറിഞ്ഞുള്ള താപവും കൈക്കൊണ്ടൊഴിച്ചു തുടങ്ങി. വരും ബടാ വെക്കെന്നെടുത്തിതു ബാൽഹികൻ അന്നേരം മുഖനായുള്ള ഒരു സാത്വികി വൈകാതെ നിദ്രഹിച്ചാർത്തു നടന്നടുത്തിയിടാൻ പന്തവും കത്തിച്ചിതേറ്റമേറവേ ചന്തമോടെ എല്ലാവരും പട കണ്ടിതു. യോഗി പ്രതിയോഗി തമ്മിൽ പിരിയാതെ പേരും പറഞ്ഞതു. ശൂരതയേറിന പേരും പെരുപ്പവുമുള്ളോർ മരിച്ചതു കൂരമ്പും അമ്പരദേശെ വിധാനിച്ചു ഭാസ്കരനന്ദനാകിയ കർണനും പോർക്കൊരുമിച്ചു വന്നിടാൻ. പിന്നെയും വൻപട ചത്തൊഴിയുന്നതു കണ്ടപോതും പൊൻപുത്രനേവം പറഞ്ഞിടാൻ. ഏകാദശാക്ഷോഹിണി ബലമുള്ളതിലേകദേശം ഗണിച്ചിടുന്നതാകിലോ 7 മുടുക്കി ഇനി പകൽ കൊണ്ടു ഞാൻ ഈശലുണ്ടോ നിശിശേഷമുടുക്കുവാൻ. സൂര്യസുതന്റെ വരവ് കണ്ടിയിലെയോ തേർതെളിച്ചിടുക അതിനു നേരെ ഭവൻ ഞാൻ പറഞ്ഞിടുവൻ കർണനോട് ഏൽപ്പതിനാൻ പൊഴുതോർത്തിരിക്കുന്നതു കേളടോ കാലമണഞ്ഞതിൽ ഇത്തിരി ഉണ്ടിനി കാലസ്വരൂപനല്ലോ ജഗതീശ്വരൻ. അർജുനൻ പറയുന്നു നേരെ ആ കർണന് നേരെ തേര് കൂട്ടു ഭഗവാനെ. പിന്നെ ഞാനിപ്പം ഓൻ്റെ ഒരു വരവ് നോക്കറോ. അന്നേരം ഭഗവാൻ പറയുന്നു ആയിട്ടില്ല, കർണനോട് ഏക്കാൻ പോകാനായിട്ടില്ല. അന്നേരം ഞാൻ പറയുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞു. കാലാബലം അവലംബനമേവനും കാലനെപ്പണ്ടു കാലാരി വധിച്ചതും ബലാവലോകനം കൊണ്ടല്ലോ കാലാവലോകനം കാര്യസാധ്യം സഖേ കർമ്മക്ഷയകാലമെന്നിയെ കൊല്ലുവാൻ ചെമ്മേ പണി പരമേശ്വരനാകിലും കൊന്നതു ഞാൻ മൃതനായ തവനിതി നന്നു തോന്നുന്ന മാറെന്നെ പറയാവൂ. സത്യസ്വരൂപൻ സകല ജഗന്മേൻ സത്വരജസ്തമോഹീനൻ സനാതനൻ സത്വഗുണപ്രധാനാത്മകൻ അവ്യൻ തത്വമായുള്ള ഒരു വസ്തു പരമാത്മാ നിത്യൻ നിരാകുലൻ നിർമ്മമൻ നിർമ്മലൻ നിത്യനിവാസൻ നിരാമയൻ നിർഗുണൻ നിശ്ചലൻ നിഷ്കളങ്കൻ നിരാതങ്കനേകൻ പരൻ ആനന്ദപൂർണൻ അനന്തനാദി മാനാനന്ദനാം പരമാനന്ദ കോമളൻ ജ്ഞാനസ്വരൂപ അമൃതമയന ജന്മാനിയാം അർജുനനോടരുൾ ചെയ്തപ്പോൾ ചെന്താമരാക്ഷനോടപ്പോൾ നിർത്തിച്ചു പങ്ക്തി കണ്ഠോപമനായ ഘടോൽക്കജൻ. എന്തിനു പേടിയടിയൻ ജയിപ്പനൊരന്തരമില്ല വിടവഴങ്ങിയിടുകിൽ എങ്കിൽ നീ ചെൽകെന്നയച്ചാൽ അവർകളും പെൺകൾ പോലെയാണ് ഞാൻ. അതു നേരം ചെങ്കതിരോന്മകനാകുലം പൂണ്ടൊരു സങ്കടപ്പെട്ടത് കണ്ടു സുയോധനൻ. ഉക്കുള്ളരക്കരും കൂടി നിൽക്കുന്നൊരു രാക്ഷസനാകും അലമ്പലൻ തന്നോടു മാരുതീപുത്രനെ കൊൽകെന്നു ചൊല്ലി ഞാൻ സൂര്യസുതന്നു വലച്ചൽ തീർത്തിയിടുവാൻ മായാവിശാരദനായൊരു രാക്ഷസനായോധനത്തിനടുത്തൊരു നേരത്തു പായുന്നിതേറ്റവും പാണ്ഡവ സൈന്യവും ഛായാവതി സുതനൊന്നു വീർത്തിയിടിനാൻ. നേരം പറയുന്നു ഞാൻ ആവുമ്പോൾ ഞാൻ പറയും അന്നേരം പോയാൽ മതി എന്ന് ഭഗവാൻ പറയുമ്പോൾ പാവം ആ ഘടോൽക്കജൻ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ പേടി അടിയും പോകട്ടെ എന്ന് വെച്ചു. മിടുക്കൻ, നീ എന്നെ പോണ്ട, നീ പോടുമെന്നും പറഞ്ഞു. അങ്ങനെ പോയി. അപ്പം ഭയങ്കരമായി ഘടോൽക്കജൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കർണന് പേടിയാവുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ സഹായത്തിനെത്തുന്നുണ്ട്. ഛായാവതീശ്വരനൊന്നു വീർത്തു. ഛായാവതീശ്വരൻ എന്ന് പറഞ്ഞാൽ കർണൻ, ഛായാവതി പറഞ്ഞാൽ സൂര്യഭഗവാൻ, സൂര്യൻ്റെ പുത്രൻ കർണൻ. ലേശൊരാശ്വാസവും കിട്ടി. മായാവികളോടടുത്തു ഘടോൽക്കജൻ മായാമൊഴിഞ്ഞു പുരതൊടുക്കിയിടിന് മായാമയനാകുമാർക്കോൻ അന്നേരം വായുസുതാത്മജൻ തന്നോടരുൾ ചെയ്തു. സങ്കരത്തിങ്കിൽ വിദഗ്ധനായി മേവിനോരങ്കേശനെ കൊല ചെയ്യുക വിരയേ നീ പിന്നെയം കൊൽവാൻ അലമ്പലൻ തന്നെ എന്നർണോജനത്തിനരുൾ ചെയ്ത അനന്തരം അങ്കാരലോചന തുല്യൻ ഘടോൽക്കജൻ അങ്കേശനോടും അസുരവരനോടും
ഏതും കുറയാതെ നിന്നു പിണങ്ങിനാനാതങ്കം ഉൾക്കൊണ്ടുയർന്നാൻ സുരേശൻ അമ്പരൻ താൻ അവലംബമായി നിന്നൊരലമ്പലന്റെ തല വെട്ടിയെറുത്തുടൻ അംബികാസൂനു തനേനു കാഴ്ചയായ അൻപോടും മുമ്പിലിട്ടാർത്താൻ ഘടോൽക്കജൻ അർക്കാതനേനും അപ്പോൾ അരക്കനോട് ഉഗ്രതയോടു ബാണങ്ങൾ തൂക്കിയിടൻ കീറി മുറിഞ്ഞിട്ടു ദേഹവും അന്നേരം ഏറിനാൻ അമ്പരം മാരുതി നന്ദൻ കൂടവേ ചെന്നു തുണച്ചു വിജയനുമാട്ടുകാൽ പെട്ടിതു ഭാസ്കരപുത്രനും പോരിയിൽ അണഞ്ഞു ഹിഡിമ്പൽമജന്താനും തേരും തകർത്തു ഒടിച്ചടുത്ത നേരം നേരെ വധിക്കുമെന്നെ എന്നോർത്തു ഭാരം വലഞ്ഞോരു ഭാസ്കരനന്ദനൻ വേലെടുത്താശു വേഗേന ചാട്ടിയിടിനാൻ നീല മഹാമല പോലെ ഘടോൽക്കജൻ ജീവനും വേറിട്ടു ഭൂമിയിൽ വീണിതു പാവനിതാനതിതാപവും തേടിനാൻ ദുഃഖവും പൂണ്ടിതു ധർമ്മജനാദികൾ പുഷ്കര നേത്രം തെളിഞ്ഞരുളിയിടിനാൻ അർക്കതനേന് ശക്തി പോയി മമ ശക്രതനേനെ രക്ഷിപ്പതിനി പാരമ്പണിയില്ലെന്നു മുകുന്ദനാം കാരുണ്യവാരിധി കൽപ്പിച്ചിടന്നേരം ഭൂപതി വർഗമുറക്കയും ഇളക്കയും കോപം മുഴുക്കയും ഖേദം പെരുക്കയും സാധം ഭവിക്കയും മോദം ക്ഷയിക്കയും ബോധം മറക്കയും പോരിനടുക്കയും പോകാതെ വണ്ണം പരിഭവം വൈകയും ചാകാതോർ ജളന്മാരെന്നുറക്കയും പിന്തിരിഞ്ഞെന്തിനു പോകുന്നതെങ്കിൽ നാം അന്തകൻ വീടു പോകണമെന്നിങ്ങനെ ചിന്ത വിടഞ്ഞടുത്തിടുന്നതു പരിപന്ധികളും തിരിപോരിനായിരുന്നുടൻ കുന്തങ്കദാസി പരിശു പരിഹാതി സന്തതം തൂകിനാരന്ധകാരാന്തരെ ഉഗ്രശസ്ത്രങ്ങളും ക്രോധവും മാനവും കൈക്കൊണ്ടെടുത്തു മുഴുത്തോരിരുട്ടസ്ഥിതങ്ങളിൽ തങ്ങളിലേതും അറിയാതെ തിങ്ങി വിങ്ങും പട തമ്മിലിടചേർന്നു കൊത്തുകൊണ്ടു കൂടൽ മാല തുരിക്കയും മത്തഗജങ്ങൾ പിടഞ്ഞു മരിക്കയും വെട്ടുകൊണ്ടറ്റു തുണ്ടിച്ചു വധിക്കയും ഒട്ടുമണ്ടുമ്പോൾ മരിച്ചു വധിക്കയും തൂകുന്ന ബാണഗണം കൊണ്ടോരോ കൈകാൽ തലകൾ മുറിഞ്ഞു ധരിക്കയും ചക്രമെഴിഞ്ഞു കഴുത്തു മുറിക്കയും മുദ്ഗരം കൊണ്ടു ഗാത്രങ്ങൾ അമർക്കയും മുഷ്കരമായ ഗത കൊണ്ടടിക്കയും ഖഡ്ഗങ്ങളേറ്റു ഖണ്ഡിച്ചു വധിക്കയും രക്തം പല ദിക്കിയിലൊലിക്കയും നക്തഞ്ചരാദികൾ ആർത്തു വിളിക്കയും വാനര രാക്ഷസന്മാർ പൊരുമ്പോലെയും ദാനവ നിർജ്ജരന്മാർ പൊരുമ്പോലെയും സംഹാരരുദ്രൻ പ്രളയകാലത്തിങ്ങൾ സംഹരിച്ചിടുന്നതെന്ന കണക്കേയും ദാരുണമായതു യുദ്ധം അതുകൊണ്ട് പോരാളി വീരൻ ധനഞ്ജയൻ ചൊല്ലിനാൻ മാനമേറിയിടുന്ന വീരരെല്ലാവരും മാനിച്ചു ഞാൻ പറയുന്നത് കേൾക്കണം നിദ്രാതി കൊണ്ട് പലർക്കും വിഷമമുണ്ടിത്തം മുഹൂർത്തമുറങ്ങുക നാമിനി എപ്പോൾ ഉദിക്കൂ മരുണ കിരണനും വിൽപ്പാടു കാണാം ജയവും അജയവും യോഗിപ്രതിയോഗികളതു കേട്ടനുരാഗവശാൽ അവൻ ആശയം ചൊല്ലിനാൻ എല്ലാവരെയും ജയിക്കായി വരിക നീ നല്ലനായി വാഴുക അനേകം നൃപോത്തമ കുംഭികുലോത്തമ സ്കന്ധമർന്നവർ കുംഭസ്ഥലേ വീണുറങ്ങിയിടിനാൻ സംഭോഗതാന്തരായ ഭോജനേത്രന്മാർ കുംഭസ്ഥാനാന്തരേ വീണുറങ്ങും വണ്ണം പാരിൽ നിന്നിടും പദാദികൾ പാരിലും പോരിൽ തേരിൽ നിന്നിടും തേരിൽ മേവും മഹാവീരന്മാർ തേരിലും അശ്വങ്ങൾ തന്മേലിരുന്നോരവിടെയും വിശ്വസിച്ചാനന്ദം ഉൾക്കൊണ്ടുറങ്ങിനാർ കായിക സാധവും മാനസഖേദവും പോയതെല്ലാവനും നിദ്രയാൽ അന്നേരം മന്ദമന്ദമുയർന്നിടുന്ന ചന്ദ്രനും ചന്ദ്രികയും ഒന്ന് പാരിൽ പരന്നുതേ നിർജ്ജരേന്ദ്രാത്മജനൻ അർജുനനും ഗുണഹർജനം ചെയ്തു ചൊല്ലിയിടുന്നാൻ പിന്നെയും ആരവും ഒരു പദം പിന്നൊക്കി വെക്കാതെ നേരെ വരുവീൻ ഉറക്കവും കൈവിട്ടു മാനമോടെ മരിച്ചിടുന്നതാകിലോ വാനവർ നാട്ടിൽ സുഖിച്ചു വസിച്ചിടാം ശത്രുക്കളെ കൊന്നൊടുക്കി നാം ജീവിക്കിൽ ഇത്രിലോകത്തിൽ നിറഞ്ഞ യശസ്സോടെ മിത്രകൾ അത്രാദികളോടൊരുമിച്ച് വൃത്തിയും വാണു സുഖിച്ചു വസിച്ചിടാം മിത്തം പറകയും ബാണങ്ങൾ തൂകിയും വൃത്രാദിപുത്രൻ വിളയാട്ടു കണ്ടിട്ടു ചിത്തം തെളിഞ്ഞു ഗുരുവടുത്തിയിടിനാൻ അപ്പോൾ അടുത്താൻ വിരാടൻ ദ്രുപദനും. യുദ്ധം അതിഭയങ്കരമായ യുദ്ധമായി. പിന്നെ സംഹാരരുദ്രം വരുന്ന പോലെയല്ലാന്ന് വരുന്നു. നേരെ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, പിന്നെ ഭഗവാൻ പറയുന്ന പിന്നെ ഘടോൽക്കജനോട്, നീ മറ്റാരും നോക്കണ്ട ഘടോൽക്കജ, ബാക്കിയെല്ലാവരും പിന്നെ കർണനെ പോയിട്ട് കൊല്ലുന്നു. ഇതിന് കർണൻ്റെ വെയിൽ കളയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം അത്. അപ്പോൾ പിന്നെ വേഗം പോയി കർണനോട് ഭീകരമായിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പോയി ഘടോൽക്കജൻ്റെ ജീവൻ പോയി. നേരം പറയുന്നു, ഭഗവാൻ പറഞ്ഞു, അവൻ്റെ പിന്നെ അർക്കതന്നെ ശക്തി പോയി, ഇനി എൻ്റെ അർജുനെ രക്ഷിക്കാൻ എനിക്ക് പണിയില്ലാന്ന്. കണ്ടില്ല, കുത്തൊക്കെ ഇടാൻ ഒതുകല്ലോ.
അത്രയും നന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നില്ലെന്ന് തെളിവാനിതെല്ലാം. അന്നേരം അർജുനൻ പറഞ്ഞു, എല്ലാം രാത്രിയല്ലേ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന, എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവില്ലേ, കുറച്ച് ഉറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഈ ശത്രുപക്ഷത്തിലവരും കൂടി അർജുനെ പറയുന്നു, നന്നായി വരട്ടെ, നന്നായി വരട്ടെ, ജയിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇരുന്നിടത്ത്, നിന്നിടത്ത്, അശ്വത്തിന്മേലിരുന്നവരാടെ ആനപ്പുറത്തിരുന്നവരവിടെ, പിന്നെ തേരിലിരുന്നവരവിടെ എന്നും പറഞ്ഞ് എല്ലാവരും നല്ല സുഖമായിട്ട് കുറച്ച് സമയം ഉറങ്ങി. അപ്പോഴത്തേക്ക് ചന്ദ്രൻ ഉദിച്ചു. വെളിച്ചം വന്നിട്ട് അവൻ പറഞ്ഞു, ഇനി ഏതായാലും യുദ്ധം ചെയ്യാൻ നമുക്കല്ലെന്ന് പറഞ്ഞു. ചിൽപുരുഷൻ പുരുഷോത്തമൻ ചൊല്ലിനാൻ പ്രമോദത്തോട് പാർത്ഥനോടന്നേരം, കർണനെയും ഭരദ്വാജസുതനെയും എന്നു തന്നെ കൊല ചെയ്യണം അർജുന. നമ്മുടെ പൈതലെ കൊന്നത് ചിന്തിക്കൽ ചെമ്മേ ജയദ്രഥനല്ലിവരായതും. സൂത്രം കണ്ടോ, മിനിയാന്ന് പറഞ്ഞു ജയദ്രഥനാന്ന്, ഇന്നിപ്പോൾ പറഞ്ഞ അവരല്ല കർണനും ദ്രോണരുമാന്നു. ഇങ്ങനെ ഒരു സൂത്രം പറയും. ഏവം ബലവുമരുൾ ചെയ്യുന്നേരത്തു ദേവൻ ദിനകരൻ സൂര്യൻ തിരുവടി, രണ്ടാംശ വേദസ്വരൂപൻ വിഭാവസോ സ്വർണ്ണപിണ്ടാഭ കലർന്ന സഹസ്രാംശു തന്നെ കിഴക്കു തൊടുതുരക്കാണായ മന്നവന്മാരും തെളിഞ്ഞാരതു നേരം ബന്ധിച്ചു ചർമായുധാദിയോടും തഥാസന്ധ്യ നമസ്കാരവും ചെയ്ത് ദേവരും ആശു യുധിഷ്ഠിര ശാസനയാലത കേശവൻ അർജുനൻ തന്റെ മഹാരഥം ആശുകതുല്യ വേഗേന നടത്തി നാനാചാര്യനെ വധിച്ചിടുവാൻ അന്നേരം ഹസ്തിശ്വപദ്ധീരതാദീ പെരുമ്പട രഥാദീ പെരുമ്പട എത്രയുണ്ടെന്നു മതിക്കരുതാർക്കും ഈ അമ്പുധി പോലെ പരന്നിതു. ഭൂമിയും അമ്പരദേശവും ഭാസ്കരൻ തന്നുടെ ബിംബവും നന്നായി മറഞ്ഞു ചമഞ്ഞിതു. സംവിൽ സ്വരൂപൻ അവ്യക്തനജൻ വരനാദീപരൻ പുരുഷൻ പരമേശനാദീ മുകുന്ദൻ അനന്തനാകുലൻ ഭൂപതി ശ്രീപതി ദേവൻ ജഗൽപതി ഗോപതി ധർമ്മപതി ഹരിസൽപതി വൃഷ്ണീപതി കരുണാനിധി ശ്രീനിധി കൃഷ്ണൻ സദാംപതി സച്ചിന്മയൻ ഹരി യജ്ഞപതി മതി സൽപതി മൽപതി യജ്ഞവിതാംപതി യജ്ഞമയൻപരൻ കൂടസ്ഥൻ അവ്യനായ നാരായണൻ കൂടസ്ഥൻ ആചാര്യ വൈഭവം കണ്ടിട്ട് കൂടസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തു കൂടലരന്തകനായ ഗുരുവിനെ ദേവാസുരന്മാരൊരുമിച്ചെതിർക്കലും ആവതെല്ലാവർക്കും ജയിപ്പാൻ ഇനിയുടൻ കൊൽവാനുപായും മകൻ മരിച്ചാനെന്നു ചൊൽവിൻ പൊളി പറഞ്ഞാൽ എന്തു ദൂഷണം ജീവരക്ഷക്കു സത്യം ചൊൽക എന്നതു ദേവമുനീശ്വരന്മാർക്കും മതമല്ലോ എന്നത് കേട്ടതു ചൊന്നാൻ. മൃഗോധരൻ നിന്ന ഗുരുവരൻ കോപിച്ചതു നേരം മിന്നെ ഒടുക്കുവൻ പാണ്ഡവരെ എന്നു തന്നെയും കൂടെ മറന്നടുത്തിയിടിനാൻ. അന്നേരം അർജുനോട് പറയുന്നു, ഒന്നല്ല നമ്മളെ കുഞ്ഞിനെ കൊല്ലാൻ കാരണം ഇവർ രണ്ടാൾ ഇന്ന് തന്നെ കൊല്ലണം അർജുന. ആരാ? കർണനും ദ്രോണരും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ പറഞ്ഞിടക്ക് സൂര്യഭഗവാൻ വന്നു. നേരം പൊലന്നു, ഭയങ്കരമായ യുദ്ധമായി. നേരം പറയുന്നു, ഈ ഇദ്ദേഹത്തിന് ദ്രോണരെ ജയിക്കാൻ ആർക്കും അവരൊരു ചെറിയ കളവ് പറയണം. ഇത് മകൻ മരിച്ചിട്ടുണ്ടെന്ന്. മകൻ മരിച്ചു എന്നൊരു ഹോളി പറഞ്ഞാൽ മതി. അതിനൊന്നുമില്ലത് ജീവരക്ഷക്ക് പൊളി പറയുന്നതിനൊന്നും കളവ് പറയുന്നതിനൊന്നുമില്ല എന്നും പറഞ്ഞു. അത് വൃഗോദരൻ പറഞ്ഞു. വൃഗോദരനായി ഭീമസേനൊന്നും പറഞ്ഞാൽ ഓരോ ധർമ്മപുത്രൻ തന്നെ പറയണം. ധർമ്മപുത്ര ഒരു കളവ് പറയാത്ത ഒരാളാണ്. മൂലാവലാദികളോടും രഘുവരൻ കോലാഹലത്തോടണഞ്ഞതുപോലെ മാമുനി നന്ദനായ ഗുരുവരൻ മാമുനി ശിഷ്യൻ ധനുർവേദപാരകൻ കണ്ണിയിൽ അകപ്പെട്ട വൈരികളെയൊക്കെ കൊന്നൊടുക്കിയിടിനാനപ്പോൾ അതുകൊണ്ടു നിന്ന വിശ്വാമിത്രൻ അത്രീ വസിഷ്ഠനും പിന്നെയും അങ്കിരസാദികളാകിയ തന്നെ അതബോധങ്ങൾ ചൊല്ലിനാനാദരാൽ സന്നാഹമിത്ര വേണ്ടിയില്ല മഹാമതേ പോരും പൊരുതതിനെ അടങ്ങിയിടുക. പോരിൽ അനേകം ജനമൊടുങ്ങിയിടിന നല്ലതില്ലേതും അഹിംസക്കു തുല്യമെന്നെല്ലാ മുനികളും ചൊന്നത് കേട്ടവെന്നല്ലോ ഒരു തത്വം അവരോട് ചൊല്ലുവാൻ വേല താല്പര്യം ഓർക്കിലോ ഈശ്വരേച്ഛാവശന്മാരായ നാം എല്ലാം ഈശ്വരൻ തന്മതം ചെയ്യുന്ന ദേവരു ചെയ്ത ശുഭാശുഭ കർമാനുഭോഗവും ചെയ്തേ മതിയാവി ദേവനും നിർണയം. മാരാരി പണ്ടോ പുരമരി ചെയ്വതിന്നാരൂഢ കോപമോടെ അടുക്കും വണ്ണം പെട്ടെന്ന് വെട്ടു മിടിക്കുന്നേർ വൈരികൾ ഞെട്ടുമാറ ചെറുഞാണുലിയിട്ടത് നിഷ്ഠുരഭാവമോടേറ്റ അലറിയാൻ മറ്റൽ വാണാരി ശിഷ്യൻ ദ്രുതം പറ്റൽ കൂട്ട മുടുക്കി തുടങ്ങി ഞാൻ. അറ്റമില്ലാതോളം ഭൂപതി വീരരും മറ്റും ചതുരംഗമായുള്ള സൈന്യവും മുറ്റുമരനാഴികക്കകം അന്നേരം ദ്രോണരൊടുക്കിയത് കണ്ടവർകളും
പ്രാണനിൽ ആശ വെടിഞ്ഞു നിന്നിടൻ ധർമ്മത്തിനാധാരമായ നാരായണൻ. കർമ്മൈക സാക്ഷി ജഗന്മേൻ ഈശ്വരൻ സന്മേൻ ചിന്മേൻ ജന്മഹീനൻ പരൻ കൽമഷനാശനൻ ബ്രഹ്മാത്മകൻ ഹരി നിർമ്മമൻ നിർമ്മലൻ ജന്മാമൃതിഹരൻ സച്ചിന്മേൻ സകലേശ്വരൻ മാധവൻ സമ്മതം പാണ്ഡവന്മാരോട് ചൊല്ലാൻ ധർമ്മയുദ്ധേന ജയിക്കരുതാര്യനെ ധർമ്മചന്താനൊര സത്യം പറകിലെ ചെമ്മേ വധിച്ചുകൂടു ഗുരുവീരനെ രോഹിതാശ്വപ്രമൻ രോഹിതാശ്വദ്വിജൻ രോഹിതാശ്വാസ്ത്രേണ സംഹരിക്കും മുമ്പ് വിശ്വരക്ഷാർത്ഥമായി ആത്മരക്ഷാർത്ഥമായി അശ്വത്ഥമാഹതൻ എന്നൊന്നു ചൊല്ലണം. മണ്ണുകൊണ്ടപ്പോൾ ഒരു ഗജം നിർമ്മിച്ചു മന്നവൻ അശ്വത്ഥമാവെന്നു പേരിട്ടാൻ വിശ്വനാഥൻ നിയോഗത്താൽ അത് തകർത്ത അശ്വത്ഥമാഹതനായതെന്നിങ്ങനെ ചൊല്ലി യുധിഷ്ഠിരനാചാര്യൻ അന്നേരം അല്ലൽ വീണത് ചൊല്ലാവതല്ലേതും ഒല്ലാതെ പോയി പറയും ധർമ്മപുത്രനുള്ളിൽ ഒരു നേരമോർത്തില്ല ഞാനയ്യോ വില്ലിന് വെക്കുന്നതും വരും നിർണയം നല്ല ഗതി എനിക്കുണ്ടെന്നതും വരും കല്യാണ ദേവത കാമുകനാകി അമല്ലാരിതൻ മതം ത്രൈലോക്യ സമ്മതം ദുഃഖം കലർന്നു കയ്യും തളർന്നാകുലൽക്കും ഗുരുവിനെ ഗ്രഹിച്ചിടുവൻ പെട്ടെന്നു ഇളക്കി അടുത്തിരുന്ന ഇഷ്ടനായ ദൃഷ്ടദ്യുമ്നൻ അന്നേരം ബാണങ്ങൾ കൊണ്ടങ്ങ് അടുത്തുകൂടായിയാൽ പ്രാണഭയം കൊണ്ട് വാങ്ങി ഞാൻ പിന്നെയും ഇങ്ങനെ ചെന്നാൽ 21 തുടരങ്ങു വാൾപ്പാട്ടിലടുത്തിയിലൊരിക്കലും എന്നും ഇവനെ ഇനി വധിച്ചിടുവനെന്നടുത്താൻ ഗുരുവീരനും അന്നേരം കുഷൻ ഗുണനാഥവും ചെയ്തു ശങ്കര ശിഷ്യപ്രിയ ശിഷ്യൻ തഥാ. അപ്പോൾ പറഞ്ഞു ധർമ്മപുത്രന് ധർമ്മപുത്രന് പറയണം എന്നാലേ ദ്രോണര് കേൾക്കൂലൂ, വേറെ ആര് പറഞ്ഞാലും വിശ്വസിക്കൂല, അതുകൊണ്ട് പറയേ ധർമ്മപുത്ര ഒരു കളവ് പറയേ എന്ന് പറയുന്നു. അന്നേരം ഒരു ആനേനെ മണ്ണ് കൊണ്ടൊരു ആനേനെ ഉണ്ടാക്കിയിട്ട് അതിനെ അശ്വത്ഥമാവാന്ന് പേരും വിളിച്ച് അതിനെ തച്ചിട്ടങ്ങ് കൊന്നിട്ട് പറഞ്ഞു അശ്വത്ഥമാഹത കുഞ്ഞരാന്ന് കുറച്ച് പതുക്കെ പറഞ്ഞു. അത് അന്നേരം ഇദ്ദേഹത്തിനെല്ലാം മനസ്സിലായിട്ട് പറഞ്ഞു ഇനി എനിക്ക് വില്ല് വെക്കേണ്ടി വരുന്നില്ലേ, ഇദ്ദേഹം എന്താ പറയുക ധർമ്മപുത്ര ഒരു കളവ് പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പം വില്ല് വെക്കലേ ഗതിയില്ലോ എന്ന് പറഞ്ഞ് വില്ലെല്ലാം വെച്ച് അന്നേരം ഓട്ടിപ്പോയി കൊല്ലാൻ വേണ്ടിയിട്ട് ദ്രോണരെ കൊല്ലാനുണ്ടായും ദൃഷ്ടദ്യുമ്നര്. അത് ശരി തന്നെ, അത് വേഗം കൊല്ലാനങ്ങ് പോകുമ്പോൾ ബാണങ്ങൾ കൊണ്ട് അടുക്കാൻ കഴിയുന്നില്ല. പിന്നെയും പുറകോട്ട് പോയി പിന്നെ അങ്ങനെ 21 പ്രാവശ്യം പോയി. പിന്നെ 21ാമത്തെ ഓട്ടം പോകുമ്പോഴത്തേക്ക് വാളിൻ്റെ യുദ്ധം കണക്കെ ആവുന്നില്ല ചെയ്യാൻ. പിന്നെ ഇവനെ കൊന്നിട്ടെൻ്റെ കാര്യം എന്ന് പറഞ്ഞ ഒരൊറ്റണിക്കലാദ്യം അരി നിന്നാലും അങ്ങെന്നൊരു ചെയ്ത് മുൽപ്പക്കു സന്നാഹമോടു പോർ ചെയ്തൊടുക്കിയിടിനാൻ മാരുതി ചെന്നാൻ ഗുരുവിനോട് അന്നേരം പോരും പൊരുതി നീ എന്തൊരു കാര്യം ഇല്ലാമൊഴി ഭവാനങ്ങളെ കൊല്ലുവാൻ നല്ല മകൻ മരിച്ചാനെന്നു കേട്ടീലേ ചൊല്ലുകയില്ലൊരു നാളുമേ ധർമ്മജനല്ലാതെ പോയി എന്നറിക ഗുരുവരാ കൊന്നത് ഞാനല്ല ചത്തത് അവനല്ല നിർണയിക്കാമെന്നൊഴിഞ്ഞു മറ്റൊന്നില്ല ഉള്ളതെന്നോർത്ത് കലശോത്ഭവനിക വില്ലും വിരവോട് വച്ചിരുന്നീടൻ കൊന്നത് ഞാനല്ല ചത്തത് അവനല്ല നിർണയിക്കാമെന്നൊഴിഞ്ഞു മറ്റൊന്നില്ല സന്യസിച്ചേൻ മമ കർമ്മമെല്ലാം അവിഛിന്നമായി മേവും പരബ്രഹ്മ തേജസി നന്ദിച്ചു വണ്ണം ഭരദ്വാജനന്ദൻ വന്ദിച്ചു തീർത്തട്ടിലാ മാറിയിരിക്കുമ്പോൾ ചെന്ന ഹരരികെ കൃപരും അങ്കേശനും മന്നവരായ ഗാന്ധാരീതനേരും കുന്തിസുതന്മാരും അങ്കൃദ്വയത്തിങ്കിൽ വന്നിച്ചു നിന്നതു കണ്ടു ഗുരുവരൻ നിങ്ങൾക്കു നല്ലത് മേന്മേൽ വരേണമേ നിങ്ങളിൽ ഒന്നിൽ പൊരുന്നുക വേണ്ടതും ആയുധം വെച്ചത് ഞാനെന്നറിഞ്ഞാലും ആയുസ്സില്ലാത്തവരല്ലോ മരിച്ചതും ആരും ഒരുത്തരെ കൊല്ലുമാറില്ല മറ്റാരുമേ കൊല്ലുകയില്ലെന്നു തേറുവിൻ ആത്മാവിനെ പരമാത്മാവിലാക്കി ഞാൻ ആത്മജ്ഞാനം കലർന്നൊരു ഗുരുവരൻ പ്രാണായാമം തുടങ്ങിയിടിനാർ അന്നേരം പ്രാണഹിംസാ കർമ്മണം പ്രായച്ചിത്തമായി പ്രാണനിരോധവും ചെയ്തു ലോകത്തിനു പ്രാണനാം നാരായണനെയും ധ്യാനിച്ചു കാണായതെല്ലാം ഭഗവത് സ്വരൂപമായി കാണായ നേരം ആനന്ദ നിമഗ്നനായി താനും ഭഗവാനും ഒന്നിച്ചിരിക്കുമ്പോൾ ദ്രോണരെ കൊല്ലുവതിനുണ്ടായ പാഞ്ചാലൻ നില്ലൊല്ലായതെന്നതെല്ലാവരും ചൊല്ലി വാവിട്ടുകൂടുന്നതിന് മുന്നമേ കണ്ണുമടച്ചിട് ഇരുന്നീടും ആചാര്യനെ തിണ്ണമണഞ്ഞു തലയറുത്തിയിടിനാൻ മേൽപോട്ട് മിന്നൽ പോലെ പൊങ്ങി ദേഹിയും കീഴ്പോട്ടു ദാരുപോലെ വീണു ദേഹവും ഓടിനാൽ പേടി മുഴുത്തോരു കൗരവർ വാടിയ മുഖവും വിജയാദികൾക്കെല്ലാം ദുഷ്ടനായി മേവുന്ന ദൃഷ്ടദ്യുമ്നൻ തന്നോടൊട്ടു കോപിച്ചു പറഞ്ഞിതു
സാത്വികീ ദുഷ്ടത എത്രയും കഷ്ടമത്രേതവ തുഷ്ടി വന്നീലതു കണ്ടവർക്കാർക്കും ശിഷ്ടനായ ഒരു പരമഗുരുവിനെ നഷ്ടമാക്കിയിടുവാൻ ആർക്കു തോന്നും വൃഥാ തങ്ങളിൽ പേപ്പറിഞ്ഞാരുട്ടതു നേരം അങ്ങു കേട്ടാനീ വിശേഷം ഗുരുസുതൻ കൽപ്പന്തവന്നി ലോകം ദഹിച്ചിടുവാൻ ഉത്ഭൂതനായി വളർന്നുജ്വലിച്ചെത്രയും ശോഭിച്ച നാരായണാസ്ത്രം തൊടുത്തവൻ ദീപിച്ചെടുത്തതു കണ്ടൊരു പാണ്ഡവർ സ്ഥാപിച്ചകന്നൊരു ഭീതി കൊണ്ടെത്രയും ഗോപിച്ചുകൊണ്ടിതു ഗോപികാന്തനും കണ്ടു നിന്നൊരു സുരാസുര ചൊല്ലിനാരുണ്ടാമിന് ദുര്യോധനു ജയം അസ്ത്രാഗ്നിയിൽ സലഭോപമമായോരോ പൃഥ്വീപതികൾ ദഹിക്കുന്നത് നേരം മുഗ്നവിലോചൻ താൻ അരുളി ചെയ്തു മുക്തശങ്കം വരും അസ്ത്രം വണങ്ങുവിൻ വീണു നമസ്കരിച്ചിടുവിനേവരും ദ്രോണജനോട് മറ്റാവതെല്ലാവർക്കുമേ ആദി ജഗദ്ഗുരുവായ നാരായണനാധിപോവാൻ അരുൾ ചെയ്തത് കേട്ടോരും ഏതിനീശന്മാർ നമസ്കരിച്ചിടുന്ന ആരാധരവോടടങ്ങി തുലോമസ്ത്രവും പേരും ആരും നമസ്കരിച്ചിടായിക മന്നരെ പാരം അഭിമാനഹാനിയുണ്ടാമതിൽ പോരിനു നേരെ ഗുരുസുതൻ തന്നോട് പോരുവിൻ എന്നോടുകൂടെ മടിയാതെ ശൂരരായുള്ള അരിവീരരെ വെല്ലുകിൽ പാരിൽ പരന്നൊരു കീർത്തി ഉണ്ടായി വരും. ഇദ്ദേഹം അങ്ങനെ പിന്നെ ധർമ്മപുത്രർ പറഞ്ഞത് കേട്ടിട്ടേന്നെല്ലാവരും പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാരെല്ലാവരും പറഞ്ഞു. അന്നേരം പറഞ്ഞു, ധർമ്മപുത്രർ കള പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല, ഇനിയിപ്പോൾ എനിക്ക് വില്ല് വെച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് വില്ല് വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഇയാൾ ചാടിപ്പോയിട്ട് കൊല്ലാൻ കളിക്കുമ്പം കുറേ ചെയ്തു. പിന്നെ ആ സമയത്ത് പിന്നെ ഓടിപ്പോയിട്ട് തലയങ്ങർത്തിച്ചു. ആർക്കും ഇഷ്ടമായിട്ടില്ല, പാണ്ഡവന്മാർക്കും ഇഷ്ടമായിട്ടില്ല. നല്ലോണം ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഭഗവാൻ അപ്പം എന്തെന്ന് ചെയ്തു, മോൻ വന്നു. അച്ഛനും മോൻ എന്ന് പറഞ്ഞാൽ ഇത്ര എന്നാ പറയാ, ഒരു ജീവനും രണ്ട് ശരീരമാണ്. എന്നിട്ട് നാരായണാസ്ത്രം തൊടുത്തിട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചു. അന്നേരം ഭഗവാൻ പറഞ്ഞു, വേഗം നമസ്കരിക്കുക, അസ്ത്രം നമസ്കരിക്കുക, വേറൊന്നും അതിന് ജയിക്കാനാവില്ല, അസ്ത്രം നമസ്കരിക്കുക പറയുമ്പോൾ എല്ലാവരും നമസ്കരിച്ചു. കുറച്ചടങ്ങി. അന്നേരം ഈ ഭീമസേനൻ പറഞ്ഞു, അയ്യോ ആരും നമസ്കരിക്കല്ലേ, നാണക്കേട്, വേണ്ട നമസ്കരിക്കണ്ടെന്ന് പറയുന്നു. അന്നേരം പിന്നെ എൻ്റെ കൂടെ യുദ്ധത്തിന് അവനെ നമുക്ക് കൊല്ലാലോ പറയുന്ന എല്ലാവരോടും. പോരിൽ മരിക്കിൽ പരഗതി സാധിക്കുമാരും മരിക്കാതിരിക്കയിൽ ഒഴിയിൽ ശത്രുപ്രയുക്തമാം അസ്ത്രശസ്ത്രങ്ങളിൽ ചിത്തഭയം പൂണ്ടൊളിച്ചു മണ്ടിയിടുകിൽ പൃഥ്വിയിലാശു ദുഷ്കീർത്തി ഉണ്ടായി വരും. മൃത്യു വന്നാൽ നരകാപ്തിയും നിശ്ചയം. മുഗ്നാക്ഷിമാരും പരിഹസിച്ചിടുമേ, മിത്രവർഗങ്ങളും നിന്ദിക്കും എത്രയും എന്നു പറഞ്ഞണഞ്ഞിടുന്ന മാരുതി തന്നോട് നേരിട്ട് അശ്വത്ഥാമാവുതാൻ ഭീമനെ കൊല്ലും അവനെന്ന ഭീതിയാൽ ശ്യാമള കോമളനായ നാരായണനസ്ത്രം നമസ്കരിക്കുന്നരുൾ ചെയ്തത് വൃത്രാജപുത്രനും ചൊല്ലി ഞാനിങ്ങനെ മാനിയ മാരുതി. കൃഷ്ണ പാർത്ഥോക്തികൾ മാനിയാതെ രണത്തിന് കോപ്പിട്ടപ്പോൾ മാരുതി തന്നെ പിടിച്ചു പതിപ്പിച്ചു പാരിൽ നമസ്കരിപ്പിച്ചിതോ പാർത്ഥനും വന്ദിച്ചിതന്നേരം വായുതനേനും വന്ദിച്ചിതന്നേരം നാരായണാസ്ത്രവും. അത് നമസ്കരിക്കല്ല, നാണക്കേടല്ലേ എന്നെല്ലാം പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, നമസ്കരിക്കുക. എൻ്റെ അർജുനോട് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, അർജുൻ കേൾക്കുന്നില്ല. അവസാനം അർജുനെ പിടിച്ച് നമസ്കരിപ്പിച്ചു. അന്നേരം ഈ അമ്പങ്ങ് പുറകോട്ട് പോവുകയും ചെയ്തു. എന്നിട്ടോ അപ്പോഴത് ആഗ്നേയാസ്ത്രം ഗുരുസുതൻ കൽപ്പോടയച്ചാൻ അതിനാശു പാണ്ഡവർ വാരുണാസ്ത്രം കൊണ്ട് അതിനെ തടുത്തിതു ധീരൻ ഗുരുസുതൻ പോരിനു കോപ്പിട്ടാൻ ദിവ്യാസ്ത്രജാലമന്യോന്യം പ്രയോഗിച്ചു. സവ്യസാചിക്കോ വളർന്നിതു കോപം. വേദാന്തവിത്തായ വേദവ്യാസൻ മുനി വേദജ്ഞനോട് അറിയിച്ചു പുരാണവും. ഭൂഭാരനാശനാർത്ഥം പുരുഷോത്തമൻ ഭൂപതി ഭൂമിയിൽ വന്നു പിറന്നതു. ഭൂസുര സത്തമ ഭാരദ്വാജാത്മജ ഭൂസുര താപസധർമ്മ രക്ഷാർത്ഥമായി വാസുദേവൻ മതം നേരെ ധര്യാതെ വാസവനന്ദനോട് കോപിക്കൊലാ. യജ്ഞസേനാത്മജനായി പിറന്നോ പുരായജ്ഞകുണ്ണത്തിങ്ങൾ നിന്നു ദൃഷ്ടദ്യുമ്നൻ നിന്നുടെ താത മരണത്തിനെന്നതും മുന്നമേ ദൈവമതമെന്നറിയണം. തത്വാർത്ഥമായുള്ള വാക്യം ബഹുവിധമിത്തരം ദ്വൈവാൻ അരുളി ചെയ്തു. വാങ്ങിച്ചു കൊണ്ടുപോയാൻ അതു കണ്ടാശു വാങ്ങിനാർ പാണ്ഡവരും. പടക്കൂട്ടവും ദേവകീനന്ദനൻ ദേവദേവൻ വാസുദേവനും ദേവരാജാത്മജൻ താനുമായി ദേവകൾ പെയ്യുന്ന പൂമഴയേറ്റേറ്റു ദേവഭൂദേവാദികളെയും വന്ദിച്ചു യുദ്ധ നിവൃത്തരായി പോകുന്ന നേരത്തു പദ്ധതി തോറും ജയ ശബ്ദവും വാദ്യഘോഷത്തോടു ചെന്നു
തൊഴുത് അഭിവാദ്യവും ചെയ്തു. യുധിഷ്ഠിരാംഘ്രിദ്വയം കൃഷ്ണനാം പൈതാമഹനും അതുനേരം കൃഷ്ണസമക്ഷം ഈ വണ്ണമരുൾ ചെയ്തു. ദേവനും ആപതി രുദ്രൻ മഹാദേവൻ ദേവൻ പശുപതി വാമദേവൻ ശിവൻ കേവലൻ ചന്ദ്രചൂടൻ ത്രിപുരാന്തകൻ ഗോവിന്ദ സേവിതൻ ഗോപതി വാഹനൻ സേവിപ്പവർക്ക് അഭയത്തെ വരുത്തിയിടും ദേവദേവനതിനില്ലൊരു സംശയം ഭാവനയാ ഹൃദി ഭക്തി കൊണ്ടെപ്പോഴും സേവിച്ചു കൊള്ളുവിനെന്നരുൾ ചെയ്തോരു വേദവ്യാസൻ മൊഴി കേട്ടു തെളിഞ്ഞവർ ഖേദവും തീർത്താർ ഗുരുമരണോത്ഭവം പാർത്ഥാദികളും ജയിച്ചു നിലവിളി ചേർത്തു കളിച്ചുടൻ കൈനില പൊക്കാരൻ നർത്തയാ ചൊല്ലിയിടിനാൾ കിളിപ്പൈതലും ശ്രീ മഹാഭാരതേ ദ്രോണപർവം സമാപ്തം. നമ്മൾ ദ്രോണപർവം വായിച്ച് സമർപ്പിച്ചു ഭഗവാന്റെ പാദത്തിൽ. അതിൻ്റെ ഇടക്ക് ഘടോൽക്കജനും മരിച്ചു, ദ്രോണരും മരിച്ചു. കാര്യമായിട്ട് ഇന്ന് 2 പേര് കേട്ടവർ മരിക്കേണ്ടി വന്നു. എന്നിട്ട് ഇവർ 2 കൂട്ടരും കൈനിലയിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ യുദ്ധം സമാപിച്ചു എന്ന് പറയുന്നു. എല്ലാം ആ പൊന്നുതമ്പുരാൻ്റെ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നാരായണ നാരായണ നാരായണ.